അതെല്ലാം നടന്നുകൊണ്ടിരിക്കും. ഇവിടെ പറയുന്ന സർവകർമ്മ സന്യാസം അതിവിടെ ആർക്കും പ്രാപ്തമേ അല്ല. അതായത് നിത്യ നൈമിത്തിക കാമ്യ നിഷിദ്ധ കർമ്മങ്ങൾ ഇതെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരോടാണ് പറയുന്നത് എന്താണ് ഇതിനെ ത്യജിക്കാൻ. ഇതാരാ അനുഷ്ഠിക്കുന്നത്? ഇതെന്താണെന്ന് കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. പിന്നെ അത് അനുഷ്ഠാനത്തിന്റെ പ്രശ്നമേ വരുന്നില്ല. വൈദികമായ ധർമ്മങ്ങളെല്ലാം നശിച്ചുപോയി, അല്ലെങ്കിൽ ആ ധർമ്മ വ്യവസ്ഥയനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം തന്നെ ഇന്നില്ല. അപൂർവം വ്യക്തികൾ ഭാഗികമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അതൊരു സമൂഹമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കർമ്മങ്ങളുടെ അനുഷ്ഠാനമോ ത്യാഗമോ ഇന്ന് പ്രസക്തമേ അല്ല. അതുകൊണ്ട് സർവകർമ്മ സന്യാസം അത് കേൾക്കുമ്പോൾ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള സർവകർമ്മ സന്യാസപൂർവകാത് ആത്മജ്ഞാനനിഷ്ഠാരൂപാത് ധർമാത്, ആ സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാനനിഷ്ഠ, അതാണ് നേരത്തെ പറഞ്ഞ നിവൃത്തിമാർഗം, ധർമ്മദ്വയം നിഷ്ഠാദ്വയം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ ഒന്ന് വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പോവുക, രണ്ട് ആ വൈദികമായ കർമ്മങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ജ്ഞാനനിഷ്ഠയിൽ, ജ്ഞാനനിഷ്ഠാരൂപ ധർമ്മ, അതും ഒരു ധർമ്മമാണ്. ജ്ഞാനനിഷ്ഠയും ധർമ്മമാണ്. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക മാത്രമല്ല, ജ്ഞാനനിഷ്ഠയാകുന്ന ധർമ്മം. ആ ജ്ഞാനനിഷ്ഠയാകുന്ന ധർമ്മം കൊണ്ട് ഭവതി എന്താണ്? നിശ്രേയസം ഭവതി എന്നാണ്. ഇതിൽ തന്നെ ഈ സർവകർമ്മ സന്യാസം ഈ ഭാഗത്തിലാണ് ഈ വ്യാഖ്യാതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. ആ സർവകർമ്മ സന്യാസം എങ്ങനെ സംഭവിക്കണം? അത് ആർക്കാണ് സംഭവിക്കേണ്ടത്? സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാന നിഷ്ഠ കൊണ്ട് മോക്ഷം സംഭവിക്കുമെന്ന് പറയുമ്പോഴും അർജുനനോട് ഭഗവാൻ എന്താണ് പറയുന്നത്? കുരു കർമ്മൈവ തസ്മാത്വം, നീ കർമ്മം തന്നെ ചെയ്യണം. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദേഹ, ജനകാദിമാർ മോക്ഷത്തെ പ്രാപിച്ചത് ഈ കർമ്മം കൊണ്ട് തന്നെയാണ്. മാം അനുസ്മര യുദ്ധ്യജ, നീ എന്നെ തന്നെ അനുസ്മരിക്കുക, യുദ്ധവും ചെയ്യുക. മയ്യർപ്പിത മനോബുദ്ധി, എന്നിൽ മനസ്സും ബുദ്ധിയെല്ലാം അർപ്പിച്ച് നിന്റെ പ്രവൃത്തി ചെയ്യുക. അങ്ങനെ കർമ്മ അനുഷ്ഠാനത്തിന്, കർമ്മസന്യാസത്തിന്, കർമ്മസന്യാസത്തിന്റെ പല ഭാവങ്ങളെ വിശദീകരിക്കുന്നു. നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേന അധിഗച്ഛതി, പരമമായ നൈഷ്കർമ്മ്യസിദ്ധി അത് സന്യാസം കൊണ്ട് നേടുന്നു. ഇങ്ങനെ പലതരത്തിൽ ഈ സന്യാസത്തെക്കുറിച്ച് പറയും. അത് തന്നെ വ്യാഖ്യാതാക്കൾ പലതരത്തിൽ. ഇപ്പോ അർജുനനോട് പറയുന്നത് എന്താണ്? കർമ്മണ്യേവ അധികാരസ്ഥേ, കർമ്മത്തിലാണ് നിനക്ക് അധികാരം, കർമ്മമാണ് നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവസാനം പറയും എന്താണ്? സർവധർമാൻ പരിത്യജ്യ, സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക. ഇങ്ങനെ പറയുന്ന ഭാഗങ്ങളിൽ ശ്രോതാക്കൾക്ക് ആശയക്കുഴപ്പങ്ങൾ വരാം. അത്തരം കാര്യങ്ങളെല്ലാം വിശദീകരണങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകും. തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ആചാര്യസ്വാമികൾ തന്റെ സിദ്ധാന്തം ഇവിടെ ആവിഷ്കരിക്കുകയാണ്. സർവകർമ്മ സന്യാസപൂർവകമായ, അതായത് സർവകർമ്മ സന്യാസത്തോട് കൂടിയ ആത്മജ്ഞാന നിഷ്ഠയാണ് നിശ്രേയസത്തിന് കാരണമായിരിക്കുന്നത്. ഈ ഭാഷ്യത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ള എല്ലാ ആചാര്യന്മാരും, അതായത് പ്രമുഖന്മാരായ ആചാര്യന്മാരും, നമുക്കിന്ന് പ്രധാനമായി കിട്ടുന്ന ഭാഷ്യങ്ങൾ ഒന്ന് ശങ്കരാചാര്യരുടെ ഭാഷ്യം തന്നെ, രാമാനുജന്റെ ഭാഷ്യം, മാധ്വാചാര്യന്റെ ഭാഷ്യം, ഇതെല്ലാം നമുക്കിന്ന് ഉപലബ്ധമായിട്ടുള്ള ഭാഷ്യങ്ങളാണ്. പ്രധാനമായും ഇത് മൂന്നാണ്: ശങ്കരാചാര്യർ, രാമാനുജൻ, മാധ്വാചാര്യർ.
ഇതുകൂടാതെ ഇവരുടെ ആശയങ്ങളെ അനുകൂലിച്ചും പ്രതിഷേധിച്ചും വരുന്ന മറ്റനേകം ഭാഷ്യങ്ങൾ, മധുസൂദന സരസ്വതിയുടെ ഗൂഢാർത്ഥ ദീപിക, നീലകണ്ഠാചാര്യരുടെ ഭാഷ്യം, ശ്രീധരാചാര്യരുടെ ഭാഷ്യം, അങ്ങനെ നിരവധി ഭാഷ്യങ്ങൾ, അതിന്റെ വ്യാഖ്യാനങ്ങൾ. ഇങ്ങനെ ഇത് ഗീതാശാസ്ത്രം വളരെ വിപുലമായൊരു അക്ഷരപ്രപഞ്ചമാണ്, ആശയപ്രപഞ്ചമാണ്. അതിൽ ഭാഷ്യകാരന്മാരെല്ലാം തുടർന്നു വന്നിരിക്കുന്ന ഒരു കാര്യം, ഈ ഭാഷ്യകാരന്മാർക്കെല്ലാം അവരവരുടേതായ ഓരോ സിദ്ധാന്തങ്ങളുണ്ട്. ആചാര്യസ്വാമികൾക്കാണെങ്കിൽ അദ്വൈതം, മറ്റൊരാൾക്ക് വിശുദ്ധാദ്വൈതം, ദ്വൈതം, പലതരത്തിൽ. ഈ ആശയങ്ങളെ അവർ ഈ ഗീതാ ശ്ലോകങ്ങളെ അവലംബിച്ചുകൊണ്ട് ആവിഷ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും അവരവരുടെ ഉള്ളിലിരിക്കുന്ന ആശയങ്ങളെ ഇതിലൂടെ പ്രകടമാക്കുക. ആചാര്യസ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആചാര്യസ്വാമികൾ അദ്വൈതിയാണ്. അതുകൊണ്ട് തന്നെ ആചാര്യസ്വാമികളെ സംബന്ധിച്ച് എവിടെയും അദ്വൈതമേ കാണാൻ കഴിയും, ദ്വൈതം കാണാൻ കഴിയത്തില്ല. ദ്വൈതപരമായ ഏതെങ്കിലും സന്ദർഭങ്ങൾ വന്നാലും ഭാഷ്യകാരന് അതിന് അദ്വൈതപരമായി കാണാൻ കഴിയും, അദ്വൈതപരമായി അതിനെ വ്യാഖ്യാനിക്കത്തുള്ളൂ. അശ്വൻ ദ്വൈതപരമായ കാഴ്ചപ്പാടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനി അദ്വൈതപരമായ ഭാഗങ്ങൾ വന്നാലും ദ്വൈതപരമായി കാണാൻ കഴിയും. അവരവരിലിരിക്കുന്ന അറിവും അവരവരുടെ സംസ്കാരവും അനുസരിച്ച് ഓരോരുത്തരും വ്യാഖ്യാനിച്ചു എന്നാണ് ഈ എല്ലാ വ്യാഖ്യാനങ്ങളെയും മാറി നിന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഗീതയിൽ ദ്വൈതപരമായ ആശയങ്ങളെ പ്രകടമാക്കുന്ന അനേകം ഭാഗങ്ങളുണ്ട്. പക്ഷെ ആചാര്യസ്വാമികളെ സംബന്ധിച്ചിടത്തോളം ഗീതയിൽ അങ്ങനെ ഒന്നില്ല, അദ്വൈതം മാത്രം. എവിടെ നോക്കിയാലും അദ്വൈതം. തന്റെ അനുഭവം, തന്റെ കാഴ്ചപ്പാട് അത് അദ്വൈതമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതേ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ അക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. അവരവരുടെ അനുഭവത്തെ അവരവർ പ്രകടമാക്കും. അദ്വൈതത്തിൽ നിഷ്ഠയുള്ള ഒരാളിന് എവിടെയും എന്തിനും അദ്വൈതത്തെ കാണാൻ കഴിയും. അതുകൊണ്ട് ചില ഭാഗങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിച്ച് ശരിയാണോ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആചാര്യന്മാരുടെ നിഷ്ഠ അതനുസരിച്ചാണ് അവരുടെ വ്യാഖ്യാനം എന്ന് നമുക്ക് സമാധാനപ്പെടുകയും നിവൃത്തിയുള്ളൂ. ഗീതയിൽ ഓരോ ശ്ലോകമായിട്ട് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ള ആശയത്തെ സ്പഷ്ടമായി പ്രതിപാദിക്കുന്ന ഒരു ശ്ലോകമില്ല. അതിന്റെ സൂചനകൾ കിട്ടിയേക്കാം, പക്ഷെ സ്പഷ്ടമായി അങ്ങനെ ഒരു ആശയത്തെ പറയുന്ന ഒരു ശ്ലോകം അതില്ല. പക്ഷേ ഭാഷ്യ അദ്വൈത സിദ്ധാന്തമനുസരിച്ച് അതാണ് ഗീതയുടെ തത്വം, ബ്രഹ്മസത്യം ജഗത് മിഥ്യ. എന്തുകൊണ്ട്? അദ്വൈതാചാര്യനെ സംബന്ധിച്ചിടത്തോളം ഗീതയിലല്ല, സർവത്ര ഉപനിഷത്തിനും ബ്രഹ്മസൂത്രത്തിനുമെല്ലാം അങ്ങനെ ഒരു ആശയമേ ഉള്ളൂ, മറ്റൊരാശയമില്ല. സ്വ അനുഭവം അനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു, അതാണ്. അതുകൊണ്ടത് പക്ഷപാതപരമാണ് എന്ന് പറഞ്ഞ് ഇതിനെ വിമർശിക്കുന്നവരുണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നിതാണ്, അവരവരുടെ അനുഭവം അനുസരിച്ച് വ്യാഖ്യാനിക്കും. ആചാര്യസ്വാമികളുടെ അനുഭവം അനുസരിച്ച് എന്താണ്? സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാന നിഷ്ഠ കൊണ്ട് മോക്ഷം സംഭവിക്കുന്നു. അവിടെ തന്റെ മാർഗത്തെയും തന്റെ ലക്ഷ്യത്തെയും ആചാര്യസ്വാമികൾ ഇങ്ങനെ വിശദീകരിക്കുന്നു. അപ്പോ സ്വാഭാവികമായിട്ട് ഒരാൾ ചോദിക്കും, ഇങ്ങനെ ആചാര്യന്മാർ പലതരത്തിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതിനെ സ്വീകരിക്കും? ഇവരെല്ലാം വലിയ ആൾക്കാരാണ്, നമ്മൾക്കുള്ള അറിവും ബുദ്ധിയും അനുഭവമുള്ളവരാണ്, നമ്മൾക്കേതാണ്? നമ്മൾക്കും കരണീയമായിട്ടുള്ള അതാണ്. അവനവന്റെ വാസനയും അവനവന്റെ അധികാരിത്വം അനുസരിച്ച് അവരവർക്ക് ഓരോന്ന് ഇഷ്ടമായി തോന്നും, രുചിക്കും, അതിനെ സ്വീകരിക്കുക. എല്ലാവർക്കും ഇഷ്ടമായി തോന്നത്തില്ല. അദ്വൈത ആചാര്യന്റെ അടുത്തിരുന്ന് അദ്വൈതം പഠിച്ച് പിന്നീട് അതിൽ നിന്ന് മാറിപ്പോയ ആളാണ് രാമാനുജാചാര്യർ. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ നിഷ്ഠ, അദ്ദേഹത്തിന്റെ രുചി മറ്റൊന്നിലായിരുന്നു. അപ്പൊ ആധ്യാത്മിക മാർഗത്തിൽ തന്നെ
മുഖ്യം ആ ശിഷ്യന്റെ അഭിരുചിക്കും വാസനയ്ക്കും താല്പര്യത്തിനുമാണ്. അതിനനുസരിച്ച് ഒരാൾ ഗ്രഹിക്കുക, അതനുസരിച്ച് ഒരാൾക്ക് ഒന്നിനോട് ഇഷ്ടം തോന്നും, താല്പര്യം തോന്നും, ശരിയെന്ന് തോന്നും, അതിനെ ഗ്രഹിക്കുക. അതേ കരണീയമായിട്ടുള്ളൂ. ചിലർക്ക് ഈ പറയുന്ന തരത്തിലുള്ള ആത്മജ്ഞാന നിഷ്ഠയിലായിരിക്കും താല്പര്യം. അവര് ഭാഷ്യകാരൻ പറഞ്ഞ ആ മാർഗത്തെ പിന്തുടരും. അപ്പോൾ മറ്റു ചിലർ ചോദിക്കും, ഇതിലേതാണ് ശരി, ഏതാണ് ഇതിലേറ്റവും ശരിയായിട്ടുള്ളത്? ആത്മജ്ഞാനനിഷ്ഠ ഈ പറയുന്നതാണോ, അതോ രാമാനുജൻ പറയുന്നത് പോലെ അനന്ത കല്യാണ ഗുണനിധിയായിരിക്കുന്ന ഭഗവാൻ ഉപാസിക്കുക മറ്റൊന്നാണ്? അവിടെ ഭക്തിയും കർമ്മവും എല്ലാം സമുച്ചയിക്കാം. ഭാഷ്യകാരൻ നിഷേധിക്കുന്ന സമുച്ചയത്തെ രാമാനുജൻ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാകാമോ? അപ്പോൾ ഇതിലേതാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരി ഭേദമനുസരിച്ച് തന്നെയാണ് ശരിയും ശരിയല്ലാത്തത്. തന്റെ അധികാരിത്വം അനുസരിച്ച് തനിക്ക് ഏതാണോ ശരിയെന്ന് തോന്നുന്നു അതാണ് ശരി. ശരിയും തെറ്റും ആത്യന്തികമായി അവനവൻ തന്നെ നിർണയിക്കേണ്ടി വരുന്നു. ഭഗവാനും അത് തന്നെയാണ് പറയുന്നത്. വിമർശീത് തശേഷേണ യഥേച്ഛസി തഥാ ഗുരു. നീ നല്ലവണ്ണം ചിന്തിച്ചു നോക്കുക, അവസാനം ഏതാണോ ശരിയെന്ന് നിനക്ക് തോന്നുന്നു അത് നീ ചെയ്തുകൊള്ളുക. അല്ലാതെ നിന്റെ ശരി നിർണയിക്കുന്ന ഞാനല്ല. ശരിയും തെറ്റും നിർണയിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ തരാം, അതിനെ വിമർശിക്കുക, കൂലംകഷമായി ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചതിന് ശേഷം ഏതാണോ ശരി അത് സ്വയം തീരുമാനിച്ചോളാൻ ഇവിടെ ഭഗവാൻ ശ്രോതാക്കൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഭാഷ്യകാരൻ തന്റെ ശരി ഏതാണെന്ന് തീരുമാനിച്ചു, രാമാനുജൻ തന്റെ ശരി സ്വീകരിച്ചു, മാധ്വാചാര്യർ തനിക്ക് ശരിയായത് സ്വീകരിച്ചു. അതുപോലെ ആരാണോ ഇതിനെക്കുറിച്ച് ശ്രവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് അവരവരവരുടെ ശരിയെ സ്വീകരിച്ചോളുക. അതും ഗീതാശാസ്ത്രത്തിൽ ഭഗവാൻ തന്നെ ഉപദേശിക്കുന്നുണ്ട്. ആത്യന്തികമായി കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഉദ്ധരേത് ആത്മനാത്മാനം. നീ നിന്നെ തന്നെ ശരിയാക്കുക എന്നാണ്. അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം. യോഗക്ഷേമം മഹാമ്യഹം. നിന്റെ യോഗക്ഷേമങ്ങളെല്ലാം ഞാൻ വഹിക്കാം എന്നെല്ലാം പ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിലും ഉപദേശസാരമായി അവസാനം പറയുന്നത് എന്താണ്? നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നീ തന്നെ ചെയ്തോ, എനിക്കതിൽ യാതൊരു ഉത്തരവാദിത്വമില്ലെന്നാണ്. ഉദ്ധരേത് ആത്മനാത്മാനം. അവസാനമായി ആ ഭാരമെല്ലാം ശ്രോതാവിൽ തന്നെ വയ്ക്കുകയാണ്, അധികാരിയിൽ തന്നെ വയ്ക്കുകയാണ്. ഇപ്പൊ ഗീത എന്ന് പറയുന്നത് സമഗ്രമായൊരു ശാസ്ത്രമാണ്. ആധ്യാത്മികതയിൽ മഹാഭാരതത്തെക്കുറിച്ച് പറയുന്നതാണോ? ഇതിലില്ലാത്തത് മറ്റൊരിടത്തും കാണത്തില്ല. മറ്റൊരു സ്ഥലത്തും കാണാത്തത് ഇതിൽ കാണും, പക്ഷെ ഇതിലില്ലാത്ത മറ്റൊരിടത്തും നിന്ന് കാണാൻ കഴിയത്തില്ല. അതുപോലെ ആത്മവിദ്യയെ സംബന്ധിച്ചിടത്തോളം, അധ്യാത്മശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരിടത്തും കാണാത്തത് ഗീതയിൽ കാണാൻ പറ്റും, പക്ഷെ ഗീതയിലില്ലാത്തത് മറ്റൊരിടത്തും കാണത്തില്ല. അതിന്റെ സമഗ്രത, അതിന്റെ പൂർണ്ണത ഏത് തരത്തിലുള്ള ഒരുവനും സമീപിക്കാനും സ്വീകരിക്കാനും ഉള്ളതെല്ലാം ഉണ്ട്. ഇന്നുവരെ ഉള്ള ഏത് ആചാര്യന്റെ ഉപദേശം നോക്കിയാലും ഗീതയിൽ കാണും. ഇനി വരാൻ പോകുന്നവരുടെ ഉപദേശവും ഗീതയ്ക്കകത്തുണ്ടായിരിക്കും. അത് ഏറ്റവും ആധുനികമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഉപദേശമായാലും ശരി, അങ്ങേയറ്റം ഒരു ഉപദേഷ്ടാവിന് പരമാവധി പറയാവുന്ന ഇതാണ് ഉദ്ധരേത് ആത്മനാത്മാനം. ഇതിലപ്പുറം ആർക്കെന്ത് പറയാൻ പറ്റും? നീ നിന്നെ തന്നെ ഉദ്ധരിക്കുക. അപ്പോൾ അതുവരെ അവസാന വാക്കുവരെ ഗീതയിൽ പറഞ്ഞു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ട എല്ലാം പ്രതിപാദിക്കുന്ന സമഗ്രമായൊരു ശാസ്ത്രമാണ്. അതിൽ പിന്നെ നമ്മൾ പൂർവാപരബദ്ധമായി ചിന്തിച്ച് അതിന്റെ താല്പര്യത്തെ
നമുക്ക് അനുരൂപമായ നമുക്ക് വേണ്ടതായ താല്പര്യത്തെ കണ്ടുപിടിക്കുക, അതിനുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. വിമർശിയത് തശേഷേണ യഥേച്ഛസി കശ്ചിതേത് ശ്രുതം പാർത്ഥ ഏകാഗ്രേണ ചേതസ. വളരെ അനുകമ്പയോടുകൂടി ചോദിക്കുന്നുണ്ട്, നീ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഏകാഗ്രമായ മനസ്സോടുകൂടി നീ ഇത് കേട്ടോ? ഭഗവാനിന് സംശയമായി. അർജുനന് ഉപദേശിച്ചിട്ടുകൂടി. ഞാൻ ഈ പറഞ്ഞ സമയത്തൊക്കെ ഇയാളെ മറ്റേതെങ്കിലും മനോരാജ്യത്തിൽ ഇരിക്കുകയായിരുന്നു, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇയാൾ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു? സംശയം. അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ പറയുന്നു, നീ ഇതെല്ലാം കേട്ട കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ചിന്തിച്ചു നോക്കുക. ചിന്തിച്ചതിന് ശേഷം സ്വയം ഒരു തീരുമാനമെടുക്കുക. ഇത് അദ്വൈതം വേണമോ, ദ്വൈതം വേണമോ, ജ്ഞാനം വേണമോ, ഭക്തി വേണമോ, കർമ്മം വേണമോ? അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്ന എന്തുകൊണ്ട്? ഈ കാര്യങ്ങളെല്ലാം മുഖ്യമായും ജീവന്റെ അധികാരിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു. കേവലം ആ ഉപദേശത്തിന്റെ മഹാത്മ്യത്തെ ആശ്രയിച്ച് മാത്രമല്ല. അതുകൊണ്ട് ആചാര്യസ്വാമിയുടെ അഭിപ്രായം, ആചാര്യസ്വാമികൾ ഇതിൽ കണ്ടെത്തിയ കാര്യം ഇവിടെ പറയുകയാണ്. സർവകർമ്മ സന്യാസപൂർവകാത് ആത്മജ്ഞാന നിഷ്ഠാരൂപാത് ധർമാത് നിശ്രേയസം ഭവതി.